കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ ഒരു മഹാൻ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സുനിൽ കനുകുലു. സുനിൽ കനുകുലു എന്ന കർണാടകക്കാരൻ ഇനി കോൺഗ്രസിനെ രക്ഷിച്ചിട്ടേ ഇവിടുന്ന് പോവുകയുള്ളൂ. കാരണം അത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണെന്ന് ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ചില നീക്കങ്ങൾ, ഇപ്പം നടക്കുന്ന സമരങ്ങൾ, പിന്നെ സൈബർ ആക്രമണങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ, അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ ദിവസം ഇറക്കിയത് വേറെ ആരുമല്ല, വ്യാജ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ്, വ്യാജ ഐ ഡി ഉണ്ടാക്കി പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എക്സ്ക്ലൂസീവായിട്ട്. അതായത് മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ നിന്നും താഴെ വീണ പോലീസുകാരൻ്റെ പടം, അതിൻ്റെ അടിക്കുറിപ്പാണ്. മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ നിന്നും വീണ പോലീസുകാരൻ്റെ പടം പുറത്തുവിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ. മാപ്രകളൊക്കെ അത് ഏറ്റെടുത്തു, മറ്റുള്ളവരും ഏറ്റെടുത്ത് ഇത് പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ചിലർ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു പോയി. ചില മാപ്രകൾ, ചില പ്രധാന ചാനലുകളിൽ, ഞാൻ പേര് പറയുന്നില്ല, അതും ഡിലീറ്റ് ചെയ്തവർക്കറിയാം. അപ്പോൾ ഈ വ്യാജ പ്രസിഡന്റിനെതിരെയും ഇത് നടപടി വേണ്ടി വരുമല്ലോ. വ്യാജ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിന് ഫേസ്ബുക്കിൽ അല്ല സോഷ്യൽ മീഡിയയിൽ മുമ്പത്തെ ഒരു പടമെടുത്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് അത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ഈ എസ്കോർട്ടിലുള്ള സുരക്ഷാ സംവിധാനങ്ങളിലുള്ള സന്ദീപ് എന്ന പോലീസുകാരൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക. മുമ്പൊരിക്കൽ അദ്ദേഹം എസ്കോർട്ട് വാഹനത്തിൽ നിന്ന് താഴെ വീണ പടമെടുത്തിട്ടാണ് ഈ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പോലീസിന് കേസെടുക്കാം. അദ്ദേഹം അത് കുറെ മുമ്പ് വരെ പിൻവലിച്ചിട്ടില്ല. ഇനി പിൻവലിച്ചാലും ഇത് ഇട്ടതിന് കേസെടുക്കാം. അപ്പോൾ സുനിൽ കനുകുലു പരിപാടിയൊക്കെ ഇവിടെ ഈ വഴിക്കാണ് പോകുന്നതെങ്കിൽ പിന്നെ വ്യാജ വഴികളിലൂടെ വന്ന ഒരു ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വ്യാജ രേഖകൾ മാത്രം വെച്ചിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് നടക്കുകയാണ്. എത്രയോ വലിയ പിന്നീട് നേതാക്കളായവർ ഇരുന്ന കസേരയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. അതിന്റെ ചരിത്രമൊന്നും എടുത്തു നോക്കിയാൽ മതി, ഞങ്ങളിവിടെ നീട്ടി വിവരിക്കുന്നില്ല. എത്രയോ മികച്ച കോൺഗ്രസ് നേതാക്കളെ സൃഷ്ടിച്ച ഒരു കസേരയാണത്. അവിടെ ഒരു വ്യാജൻ വന്നിരിക്കുകയാണ്. ഇത് ശീലിച്ചു പോയി. ഇത് ആദ്യ സംഭവമല്ല. ഇപ്പൊ ഈ വ്യാജ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് വ്യാജ രീതിയിൽ വന്നതല്ല. മുമ്പ് KSUവിൽ ഇതേ കളിപുള്ളി കളിച്ചിട്ടുണ്ട്. ഇതേപോലെ വ്യാജരേഖ എടുത്തിട്ട് ID കാർഡ് ഉണ്ടാക്കിയിട്ട്, ID കാർഡ് എടുത്തിട്ട് വ്യാജരേഖ ഉണ്ടാക്കി അതിൽ നേതാക്കളുടെയൊക്കെ പടം വരെ എടുത്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പിണറായി വിജയന്റെ ID കാർഡ് വരെ എടുത്ത് വെച്ച് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് KSU കാലത്തെ പരിപാടിയാണ്. അപ്പൊ അന്നത് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമയിൽ നോക്കിയാൽ മതി. ഈ വാർത്ത KSUവിന്റെ തെരഞ്ഞെടുപ്പിൽ മറിമായം അല്ലെങ്കിൽ വ്യാജ ഇടപാടുകൾ എന്നുള്ള രീതിയിൽ, തട്ടിപ്പെന്നുള്ള രീതിയിൽ മലയാള മനോരമ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ എടുത്തു പറയാൻ കാര്യം, നാളെ മനോരമ അല്ലെങ്കിൽ മാറ്റി പറയും. അപ്പം മനോരമ തന്നെ KSUവിന്റെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച വിദ്വാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പം ഇതൊരു ശീലമായി ഇങ്ങനെ വന്നതാണ്. വ്യാജ പരിപാടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത കുറെ നേതാക്കള് യൂത്ത് കോൺഗ്രസിലും KSUവിലും ഒക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ KSUവിന്റെ നേതൃത്വം എന്താ ചെയ്യുന്നത്? KSU ഇന്നലെ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എന്തിനായിരുന്നു? അതെന്തിനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? KSUവിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണോ? SY സമരം ചെയ്യുന്നത് പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതായത് സെനറ്റ് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെയാണ് അവർ സമരം ചെയ്യുന്നത്. നിങ്ങൾക്കതിനെതിരെ സമരം ചെയ്യാൻ ഇതുവരെ തോന്നിയിട്ടുണ്ടോ? അലോഷ്യസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് KSUവിന്റെ. നിങ്ങൾ ചുണയുള്ള ആൺകുട്ടികളാണെങ്കിൽ, അതോടൊപ്പമുള്ള മിടുക്കി പെൺകുട്ടികളും KSUവിലുണ്ടെങ്കിൽ, ഈ ഇന്നലെ കളിച്ച നാടകം പോലല്ലാതെ നിങ്ങൾ ഇതിനെതിരെ ഒരു സമരം ചെയ്യേ. സെനറ്റിലേക്കും അതുവഴി പിന്നെ സിൻഡിക്കേറ്റിലേക്കും സംഘപരിവാറുകളെ കടത്തിവിടാനുള്ള ഗവർണറുടെ സംഘിക്കാരൻ്റെ നീക്കത്തിനെതിരെ എന്താ നിങ്ങളൊരു ജാഥ നടത്താത്തത്? KSU അതിനെ പുളിക്കും. അതിന് നല്ല നേതൃത്വം വേണം. അല്ലാതെ കഴിഞ്ഞ ദിവസം കാണിച്ച കോപ്രായം ഉണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിതിനെ കാണിച്ച ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത്
ഞങ്ങളത് പറഞ്ഞതാണ്, എന്നാൽ അതുകൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. നിതിനയല്ല, ഷിബിന വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ്. അവർ സമരമുഖത്തേക്ക് വരുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ അവരുടെ വസ്ത്രത്തിൻ്റെ കൈ കീറി വെച്ചിട്ടുണ്ട് കുറേ ഭാഗം. അത് ആ ഷാള് മാറുന്നതിനിടയിൽ അത് ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. കള്ളം ക്യാമറ എപ്പോഴും ഒപ്പിയെടുക്കുക, അതിനെ പിന്നെ മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഇവിടെ കീറിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് പിന്നെ പുരുഷ പോലീസുകാർ മർദ്ദിച്ചു. വി ഡി സതീശൻ ഉടനെ പ്രസ്താവന ഇറക്കി. വനിതാ പോലീസാണ് അവരെ പിടിച്ചു വലിച്ചപ്പം അവരും വലിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ഒന്നുള്ളിലും വസ്ത്രബാക്കിയുടെ കയറിപ്പോയി. ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഗാന്ധിജിയുടെ ശിഷ്യന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനം, ശിഷ്യകളുടെ ഇതാണോ മാതൃക? എന്നിട്ട് അത് വെച്ചിട്ട് നുണ പ്രചരിപ്പിക്കുന്നതാണോ രാഷ്ട്രീയം? ഇതൊക്കെ ഇത്തരം രീതിയിൽ കനുകുലു സ്റ്റൈൽ ഇങ്ങനെ പോയാൽ അങ്ങനെ തന്നെ പോകും. നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അതാണ് വിഷയം. നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയം വളരെ ജീർണിച്ച ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നല്ല നേതാക്കളില്ല. ഞങ്ങൾ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, നല്ല നേതാക്കൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? KSU മൂത്ത് യൂത്ത് കോൺഗ്രസ് ആവണം, യൂത്ത് കോൺഗ്രസ് മൂത്ത് കോൺഗ്രസ് ആവണം. അപ്പം ഈ വ്യാജന്മാർ മാത്രമാണ് നേതൃനിരയിലേക്ക് വരുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ നാളത്തെ നേതൃനിര എന്താവും? നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ മതി, ഒരു നേർരേഖ വരച്ചിട്ട് ആലോചിച്ചാൽ മതി. കോൺഗ്രസ് എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ പറയും കോൺഗ്രസ് ഇവിടെ വേണമെന്ന് എപ്പോഴും പറയുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പോഴുള്ള സുധാസതി നേതൃത്വത്തെക്കാളും അപജയം സംഭവിച്ച ഒരു പാർട്ടിയായിട്ട് നേതൃത്വമായിട്ട് കോൺഗ്രസ് മാറ്റപ്പെടുകയാണ്. കാരണം ഇതിലേക്ക് കയറി വരുന്നത് ഇന്നത്തെ യൂത്ത് അല്ലേ, നാളത്തെ മൂത്ത കോൺഗ്രസ്സുകാർ. KSU നാണല്ലോ യൂത്തിലേക്ക് വരുന്നത്, യൂത്ത് കോൺഗ്രസിലേക്ക്. അപ്പം ഈ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ നല്ല നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് നിങ്ങൾ ആലോചിക്കണം, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. SFIക്ക് എപ്പോഴും ഒരു പുതിയ നേതൃനിര ഉള്ളത് കൊണ്ടാണ് SFIയിൽ നിന്നും മികച്ച നേതാക്കൾ DYFIയിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ അവലോകനം ഞാൻ പറയുകയാണ്. നല്ല നേതാക്കൾ SFIയിൽ നിന്ന് DYFIയിലേക്ക് വരുന്നു. അവർ പിന്നീട് പാർട്ടിയുടെ CPMന്റെ നേതാക്കളായിട്ട് അവർ മാറുന്നു. അവർ വളർന്നു മുന്നോട്ട് വരുന്നു. അതിനൊരു പ്രക്രിയയുണ്ട്. വളരെ സംശുദ്ധമായ ഒരു വ്യാജ ഏർപ്പാടുമില്ലാത്തൊരു പ്രക്രിയയുണ്ട്. അങ്ങനെ നല്ല നേതാക്കളെ സൃഷ്ടിക്കാൻ ഒരു പാർട്ടിക്ക്, ഒരു പ്രസ്ഥാനത്തിന്, ഒരു രാജ്യത്തിന് കഴിയുള്ളൂ. പിണറായി 2 സർക്കാരിലെ എല്ലാം പുതുമുഖ മന്ത്രിമാർ, മുഖ്യമന്ത്രി ഒഴിച്ച് CPMൽ നിന്ന് വന്ന മന്ത്രിമാരുടെ കാര്യമാണ് പറയുന്നത്. അവർ CPMന്റെ ഭാവി നേതൃനിരയായിട്ട് അവർ മാറിക്കഴിഞ്ഞു. അതേപോലെ മന്ത്രിസ്ഥാനത്ത് വരാത്ത DYFIയിൽ നിന്നും പാർട്ടിയിലേക്ക് വന്ന ചില നേതാക്കളുണ്ട്. അവരും ഭാവിയുടെ പ്രതീക്ഷകളാണ്. ഇങ്ങനെ ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ CPMന് സാധിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല? പിന്നെ BJPയുടെ കാര്യം പറയണ്ട. BJP പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. ഇപ്പം അവസാനം സുരേഷ് ഗോപിക്ക് പിന്നാലെ വേറെ ചില നടന്മാരെയൊക്കെ പാർട്ടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ദേവൻ വന്നാൽ ഇനിയിപ്പോൾ പാർട്ടിയെ രക്ഷിക്കാമെന്നായിരിക്കും വിചാരിക്കുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് ദേവനെ നിയമിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ കേൾക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപിയെ ക്ഷണിച്ചിട്ടില്ല എന്നാണ്. പിന്നെ ദേവനെ ക്ഷണിച്ചില്ലയോ എന്നറിയില്ല. മോഹൻലാലിനെ ക്ഷണിച്ചിരിക്കുന്നു. അദ്വാനിയും പിന്നെ മുരളി മനോഹർ ജോഷിയും പങ്കെടുക്കുന്നില്ല, അവരെ ക്ഷണിച്ചില്ല. പ്രായാധിക്യം കൊണ്ട് അവരെ ഒഴിവാക്കിയെന്നാണ് പറഞ്ഞ കാരണം. സോണിയാഗാന്ധിയെ ക്ഷണിച്ചിട്ടുണ്ട്, ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് അറിയാം. കമൽനാഥ് പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ രാമക്ഷേത്രം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുകൊണ്ട് ഒരു പരുവായി പിന്നെ കടയെല്ലാം പൂട്ടി വീട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും രാമനെ സ്തുതിച്ചുകൊണ്ട് അത് നന്നായി. ഞങ്ങളെന്നും പറയുന്നത് വീണ്ടും പറയും, മൃദു ഹിന്ദുത്വ കൊണ്ട് കോൺഗ്രസ് എങ്ങും എത്താൻ പോകുന്നില്ല. ഇപ്പോ സോണിയാഗാന്ധി അയോധ്യയിൽ പോയാൽ കോൺഗ്രസിന് 10 വോട്ട് കൂടുതൽ കിട്ടുമെന്ന് ഉപദേശിക്കുന്ന പിന്നെ സുനിൽ കനുകലുമാരോ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ മൂഢസ്വർഗത്തിലാണ്. പോകുകയോ വേണ്ടയോ അത് ക്ഷണിക്കപ്പെട്ടവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം മോഹൻലാൽ പോകുകയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിന് വേണേൽ പോകാം. അദ്ദേഹം പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സുരേഷ് ഗോപിയെ ക്ഷണിച്ചില്ല, അതൊരു മോശമായിപ്പോയി. അപ്പം ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ്സിന് എപ്പോഴും പറയുന്ന പോലെ നിലപാടുകളില്ല.
അത് കേരളത്തിലുമില്ല, കേന്ദ്രത്തിലുമില്ല. ഇനി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മല്ലികാർജുൻ ഖാർഗെയെ നിർത്തിയാൽ എവിടെ വരെ എത്തുമെന്ന് ഇപ്പോഴേ ഊഹിക്കാം. നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാവും എന്ന് എഴുതി ഒപ്പുവെച്ചുള്ളൂ. ഒരു സംശയവും ഞങ്ങൾക്കില്ല. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാനാവില്ല. നിങ്ങൾ BJPയുടെ പേര് മാറിയ മറ്റൊരു പാർട്ടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഒരു സഫ്രോൺ പാർട്ടിയെ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയോധ്യയിലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പോയി വിജയിപ്പിക്കുക കാര്യങ്ങളെല്ലാം. ഞങ്ങൾ അയോധ്യ ക്ഷേത്രത്തിനോ രാമനോ ശ്രീരാമനോ ഒന്നും ഞങ്ങളെതിരല്ല, പക്ഷെ ഞങ്ങളിതിൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞു എന്ന് മാത്രമേ.